ഇന്നൊരു കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ് പറയാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്ന ആ ഒരു സമയത്ത് ഇന്ത്യക്ക് ഒരു ഭരണഘടനയുടെ ആവശ്യം ഉണ്ടെന്ന തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ 1946 ഡിസംബറിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ, അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തു. ആ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു വന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1949 നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടന ഒഫീഷ്യലി അംഗീകരിക്കപ്പെട്ടത്. ആ ദിവസമാണ് ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. അടുത്ത നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, 1950 ജാനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത്, നിലവിൽ വന്നത്. അതായത് ഇന്ത്യൻ യൂണിയൻ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആയത്. ആ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിച്ചു വരുന്നത്. അപ്പോൾ ഇത് തമ്മിൽ കൺഫ്യൂഷൻ വന്നേക്കാം. ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ട ദിവസം നവംബർ 26, പ്രാബല്യത്തിൽ വന്ന ദിവസം ജാനുവരി 26. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോകുന്നവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.